എല്ലാവർക്കും വീണ്ടും PSC പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇനി എക്സാം എഴുതാൻ പോവാണല്ലേ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇന്ത്യ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തതും പിന്നെ മാത്സിൻ്റെ നമ്മൾ 2 ദിവസം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാളെയാണ് അതിൻ്റെ വീഡിയോ ഇടുകയുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കിക്കണ്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ കുറച്ചെങ്കിലും. നമുക്ക് നാളെ അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ നമ്മൾ പ്രശസ്ത സ്ഥാപനങ്ങളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരള കലാമണ്ഡലം അല്ലേ, കേരള സാഹിത്യ അക്കാദമി, ലളിത കലാ അക്കാദമി തുടങ്ങിയ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം, കേരള ലളിത കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ലളിത കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ വായിക്കണ്ടല്ലോ. അപ്പോൾ ആൻസർ ഒന്നൊന്ന് എഴുതിയിട്ട് നിങ്ങൾ ആൻസർ നോട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ആൻസർ നോട്ട് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതിലേതാണ് കേരള ലളിത കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ. ഓപ്ഷൻ സി തൃശ്ശൂരാണ്. അടുത്തത്, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി. ഓപ്ഷൻ നോക്കി, സർദാർ KM പണിക്കർ, പാലാ നാരായണൻ നായർ, മധുസൂദനൻ നായർ. ഇതിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി ആരാണ്? പാലാ നാരായണൻ നായരാണ് കേട്ടോ. പാലാ നാരായണൻ നായർ. നമ്മൾ സർദാർ KM പണിക്കർ എന്താണ് അധ്യക്ഷൻ എന്ന രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, കേരള ലളിത കലാ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? കേരള ലളിത കലാ അക്കാദമിയുടെ മുഖപത്രം. കേരള ലളിത കലാ അക്കാദമിയുടെ മുഖപത്രമാണ് ചിത്രവാർത്ത. ഏതാണ്? ചിത്രവാർത്ത. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായില്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, കേരള ലളിത കലാ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? ചിത്രവാർത്ത. നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത്, ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ്? ഏതാണ് ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം? ഭരതനാട്യമാണ്. ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഭരതനാട്യം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ്? യക്ഷഗാനം ഏത് ജില്ലയായിട്ട് റിലേറ്റ് ചെയ്താൽ നമ്മൾ പറയാറ്? യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല കാസർഗോഡ്. അപ്പോൾ ഈ 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. ഏകദേശം കലയായി റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് എടുത്തതാണ്. ഇനി നമുക്ക് ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഇതിൽ ഈ പൂർവ്വരേഖാംശം എന്ന് പറയുന്നത് മുതലാണ് ഓരോ ഓപ്ഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കി, പൂർവ്വരേഖാംശം 68°7' മുതൽ 97°25' വരെ. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് പൂർവ്വരേഖാംശം 8°4' മുതൽ 37°6' വരെ. മൂന്നാമത്തെ ഓപ്ഷൻ പൂർവ്വരേഖാംശം 6°4' മുതൽ 37°6' വരെ. നാലാമത്തത് പൂർവ്വരേഖാംശം 66°7' മുതൽ 95°25' വരെ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏതാണ്? പൂർവ്വരേഖാംശം 68°7' മുതൽ 97°25' വരെ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ് അല്ലേ. അടുത്തത്, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ഉത്തരപർവ്വത മേഖലയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുന്നു? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ എവിടെയാണ്? ഹിമാലയമാണോ, ഹിമാദ്രിയാണോ, ട്രാൻസ് ഹിമാലയമാണോ, ഹിമാചലാണോ? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ട്രാൻസ് ഹിമാലയം അല്ലേ, ട്രാൻസ് ഹിമാലയത്തിലാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഓരോന്നും. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചധികം അല്ലേ നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്തത്. അതുകൊണ്ടാണ് 1 മണിക്കൂറോളം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും വീഡിയോ കണ്ട് തന്നെ. അതിൻ്റെ കൂടെ വായിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും പുതിയ കുട്ടികളാണെങ്കിൽ പക്ഷേ എന്നാലും കുഴപ്പമില്ല, ചേച്ചി സമയം എടുത്താലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ എവിടെയാണ്? ട്രാൻസ് ഹിമാലയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? അത് ഹിമാചലാണ് കേട്ടോ. ഹിമാചൽ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഹിമാചൽ. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ഈ ടെക്സ്റ്റിൽ ഈ ചാപ്റ്ററിൽ 4 ചുരമാണ് പ്രധാനപ്പെട്ട് പറയുന്നത് അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതങ്ങനെ തന്നെ ആ 4 കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്?
ശ്രീനഗർ, കാർഗിൽ അല്ലേ. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ്? ശ്രീനഗറിനെയും കാർഗിലിനെയും ആണ്. ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്, ബ്രഹ്മപുത്ര 3 ഓപ്ഷൻ ഉണ്ട്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹ, ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനി, ടിബറ്റിലെ മാനസ സരോവർ തടാകം. എവിടെ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്ന്. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ചെമയുങ്തുങ് ഹിമാനി. അടുത്ത ചോദ്യം, മരുസ്ഥലി ഭാഗർ സമതലം ഏതൊക്കെ നദികളുടെ നിക്ഷേപ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായതാണ്? മരുസ്ഥലി ഭാഗർ എവിടെയാണോ ഉള്ളത്? മരുസ്ഥലി എന്ന് പറയുന്ന രാജസ്ഥാൻ. അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഏത് നദിയുമായി റിലേറ്റ് ചെയ്തതായിരിക്കും എന്ന് നോക്കിയേ. മരുസ്ഥലി ഭാഗർ സമതലം ഏതൊക്കെ നദികളുടെ നിക്ഷേപ പ്രക്രിയ കൊണ്ട് ഉണ്ടായതാണ്? ഏതാ വരുന്നത്? ലൂണിയും സരസ്വതി നദിയും അല്ലേ. ലൂണി നദിയും സരസ്വതി നദിയുടെ നിക്ഷേപ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായതാണ് മരുസ്ഥലി ഭാഗർ സമതലം. ഈ സമതലം ഏതൊക്കെ നദികളുടെ ഇതുകൊണ്ടാണ് ഈ സമതലം ഉണ്ടായത് എന്ന രീതിയിലും കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പോൾ സിന്ധുവും പോഷക നദികളും അത് ഏത് സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായതാണ്? പഞ്ചാബ് ഹരിയാന. പഞ്ചാബ് അല്ലെ, സിന്ധു ഒഴുകുന്ന ഇതും നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി. മാപ്പ് പഠിക്കുമ്പോൾ ഓർമ്മ കിട്ടും. പഞ്ചാബ് ഹരിയാന. ഗംഗയും പോഷക നദികളുമാണെങ്കിൽ ഗംഗാ സമതലം. ബ്രഹ്മപുത്രയും പോഷക നദിയുമാണെങ്കിലോ അസമിലെ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഇനി നർമ്മദാ നദിയുടെ ഉത്ഭവം. നർമ്മദാ നദിയുടെ ഉത്ഭവം എവിടെയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ല, മഹാബലേശ്വർ കുന്ന്, മൈക്കല നിലകൾ, ബ്രഹ്മഗിരി നിലകൾ. നർമ്മദാ നദിയുടെ ഉത്ഭവം ഇതിലെവിടെയാണ്? മൈക്കല നിരകളാണ് അല്ലേ. മൈക്കല. നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ മൈക്കല നിരകളാണ്. ഏകദേശം 1312 കിലോമീറ്റർ ആണുള്ളത് അല്ലേ. പിന്നെ പ്രധാന പോഷക നദി ഹിരൺ, ബെഞ്ചൻ അതൊക്കെ നർമ്മദയുടെ പ്രധാന പോഷക നദിയാണ്. ഓരോന്നും തിരിച്ച് നമ്മൾ പഠിച്ച പോലെ തന്നെ, ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ തിരിച്ച് വേണം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇനി അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തീരസമതലം ഏതാണ്? കിഴക്കൻ തീരസമതലമാണ് അല്ലേ. കിഴക്കൻ. ബംഗാൾ ഉൾക്കടൽ നമുക്കറിയാം, ബേ ഓഫ് ബംഗാൾ എവിടെയാണ് എന്നുള്ളത് അറിയാം അല്ലേ. അപ്പോൾ ബംഗാൾ ഉൾക്കടലിനും പിന്നെയോ പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ കിഴക്കൻ തീരസമതലവും. ഇനി അറബിക്കടൽ ഇവിടെയല്ലേ, അപ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ അത് പടിഞ്ഞാറൻ തീരസമതലവുമാണ്. അപ്പോൾ അറബിക്കടലായിട്ട് പടിഞ്ഞാറൻ തീരസമതലം, ബംഗാൾ ഉൾക്കടലാണെങ്കിൽ കിഴക്കൻ തീരസമതലം. അങ്ങനെ പഠിക്കാമല്ലോ, അത് ഓർത്തു വെക്കണം കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഓരോ വിശേഷണങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ, കിഴക്കൻ തീരസമതലത്തിൻ്റെ ഓരോന്ന്, വടക്കേ ഭാഗം എന്തറിയപ്പെടുന്നു, തെക്കേ ഭാഗം എന്തറിയപ്പെടുന്നു, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാൻ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 15 ക്വസ്റ്റ്യൻ ആണ് ഉള്ളൂ. അതുകൂടാതെ നമ്മൾ SCRTയുടെ തന്നെ SCRT ചലഞ്ച് എക്സാം എന്ന രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ SCRT ഓരോ ചാപ്റ്റർ കഴിഞ്ഞതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടി ഒന്ന് ചെയ്തു പോകാം. അതിൽ 10-30 ക്വസ്റ്റ്യൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് 15 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. പിന്നെ വീക്കിലി എക്സാം ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് തന്നെ ചിലപ്പോൾ റിപ്പീറ്റും ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനി റിവിഷൻ എന്ന രീതിയിലും ഇതിനെ എടുക്കാം അല്ലേ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താണ് പശ്ചിമ അസ്വസ്ഥത, അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലാണ്, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് പശ്ചിമ അസ്വസ്ഥത എന്നുള്ള കാര്യം. പിന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ് അല്ലേ, അതിൻ്റെ 2 ശാഖകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിലുണ്ട്. പിന്നെ നദികളുടെ ഉത്ഭവസ്ഥാനം, പോഷക നദികൾ, അതൊക്കെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ മാർക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക.